ഒമാൻ കേരളത്തിൻ്റെ 8 ഇരട്ടി ഭൂവിസ്തൃതിയുള്ള രാജ്യം. എന്നാൽ കേരളത്തിൽ 3.5 കോടിയാണ് ജനസംഖ്യയെങ്കിൽ വെറും 45 ലക്ഷം മാത്രമാണ് ഒമാൻ്റെ ജനസംഖ്യ. ഈ 45 ലക്ഷത്തിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികളും ഉൾപ്പെടും. ഒമാൻ ജനസംഖ്യയുടെ 43% വിദേശികളാണ്. 2 ലക്ഷത്തോളം മലയാളികൾ ഒമാനിലുണ്ട്. ഒമാൻ്റെ ജനസംഖ്യയുടെ 50% പേരും മസ്കറ്റിലും സമീപ പ്രദേശങ്ങളിലുമാണ്. ഒമാൻ ഉയർന്ന വരുമാനമുള്ള രാജ്യമായാണ് കരുതപ്പെടുന്നത്. വിദേശികൾക്ക് ശമ്പളം കുറവാണെങ്കിലും ഒമാനികൾക്ക് ചെറിയ തൊഴിൽ ചെയ്താലും ഉയർന്ന വരുമാനം ലഭിക്കുന്നു. 2024 മാർച്ചിലെ കണക്ക് പ്രകാരം ഒരു ഒമാൻ റിയാലിന് 215 ഇന്ത്യൻ രൂപയാണ് ലഭിക്കുന്നത്. ഇവിടെയുള്ള വിദേശികളിൽ അധികവും ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. ഇന്ത്യക്കാർ 4.25 ലക്ഷവും ബംഗ്ലാദേശികൾ 1 ലക്ഷവും പാകിസ്ഥാനികൾ 80,000 ഉണ്ട്. ഒമാൻ 1970-കൾ മുതൽ ആണ് ഡെവലപ്പ് ആയി തുടങ്ങിയത്. അതിനു മുമ്പ് അവിടെ കൊടും ദാരിദ്ര്യവും പട്ടിണിയുമായിരുന്നു. ഒമാനെ ഇന്നത്തെ അവസ്ഥയിൽ സമ്പന്ന രാജ്യമാക്കിയതിൽ അവിടുത്തെ സുൽത്താനായിരുന്ന കാബൂസ് ബിൻ സയ്യിദിന് പ്രഥമ സ്ഥാനമുണ്ട്. ഒമാനിൽ മദ്യഷാപ്പുകൾ ഉണ്ടെങ്കിലും മുസ്ലിങ്ങൾക്ക് മദ്യപിക്കുവാൻ അനുമതിയില്ല. മറ്റുള്ളവരിൽ ഉയർന്ന ശമ്പളം ഉള്ളവർക്ക് മാത്രമേ മദ്യപിക്കാൻ അനുവാദമുള്ളൂ. സ്വന്തം വരുമാനത്തിൻ്റെ 10% മാത്രമേ മദ്യപാനത്തിന് ഉപയോഗിക്കാൻ പാടുള്ളൂ.